മരണം മുമ്പിൽ കാണുമ്പോഴും പറയുന്ന ഒരു കാര്യം എന്തെന്നറിയോ? പടച്ചോനെ, നിനക്കാണ് നന്ദി, നിനക്കാണ് റബ്ബേ സർവ്വസ്തുതിയും എന്ന് വിളിച്ച് പറയുന്ന ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു. അതും സക്കറാത്തിന്റെ ഹാലിൽ മരണത്തിനെ അഭിമുഖീകരിക്കുന്ന ആ ഒരു സമയത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളും വേദന കൊണ്ട് പുളയുമ്പോൾ, മരണം മുന്നിൽ കാണുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഗസയുടെ മണ്ണിൽ നിൽക്കുകയാണ്, മരണം മുമ്പിൽ കാണുകയാണ്. ആളുകൾ കലിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദിക്റ് ചൊല്ലി കൊടുക്കുന്നുണ്ട്, പറയാണ് പടച്ചോനെ നിനക്കാണ് സ്തുതി എന്ന്. ആ ഗസയുടെ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ അവന്റെ ചുണ്ടുകളിൽ തെന്നിക്കളിച്ചിരുന്നത് രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളാണ്. വെറുതെ പറയല്ലേ, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് ആ ഒരു രംഗം. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ അസ്-സമീഉൽ അലീം. أعوذ بكلمات الله التامات من شر ما خلق كملي في التغطية غصب عنه بإذن. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, സലാഹ് അൽ ജഫ്രവി എന്ന് പറയുന്ന ഈ മനുഷ്യന് ഗസയിൽ വെച്ചിട്ട് ഇസ്രയേൽ പട്ടാളക്കാർ വളരെ തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്തുകൊണ്ട് 7 ബുള്ളറ്റുകളാണ് ആ ഒരു ശരീരത്തിൽ തുളച്ച് കയറിയത്. വളരെ മൃഗീയമായിട്ട് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയ വഴി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ ആ വാർത്തയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെന്നപ്പോൾ, സോഷ്യൽ മീഡിയയിലൊന്ന് പരതിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ചില വീഡിയോകളുണ്ട്. ആ മനുഷ്യൻ എന്താണ് എന്ന് അത് വിളിച്ചോതി തരുന്നുണ്ട്. അത്രമേൽ പ്രിയപ്പെട്ട ഒരു ജേർണലിസ്റ്റായ, ഒരു മാധ്യമ പ്രവർത്തകനായ സലാഹ് അൽ ജഫ്രാവി എന്ന ഒരു ചെറുപ്പക്കാരൻ, പാവപ്പെട്ട ഗസയിലെ മക്കള്, എന്തിനേറെ പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു ചെറിയ പിഞ്ച് പൈതല്. ആ പൈതലിനെ എല്ലാവരും നഷ്ടപ്പെട്ടിരിക്കെ പൊട്ടിക്കരയുമ്പോഴേറ്റെയാണ് ആ മനുഷ്യൻ ആ കുട്ടിയെ ചിരിപ്പിക്കുന്ന രംഗം. യാ അല്ലാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2 ദിവസം മുമ്പാണ് നമ്മളൊക്കെ കേട്ടത് ഗസയിലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന്. ആ സമയത്ത് ആ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ അത് ആഘോഷിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ, ആ മനുഷ്യനെ അതീവ ക്രൂരമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് അവർ ഇല്ലാതാക്കുകയാണ്. അവരാ മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ, നിന്നെ ഞങ്ങൾ വധിക്കും, നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന്. കാരണം ഗസയിൽ നടക്കുന്ന കൊടിയ ക്രൂരതകൾ ആ മനുഷ്യൻ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചോതിക്കൊണ്ടേയിരുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരുന്നു. ഇന്നലെ ആ മനുഷ്യനെ കാണാതായി. ആ മനുഷ്യൻ ഡോക്യുമെൻ്ററി തയ്യാറാക്കുകയായിരുന്നു. ഇസ്രയേൽ കാബാലികർ അവിടെ ചെയ്തു കൂട്ടിയ നരഹത്യയുടെ ആ ഒരു സമയത്താണ് ആ മനുഷ്യനെ തന്ത്രപൂർവം ആ മനുഷ്യനെ വെടി ഉയർത്ത് ആ മനുഷ്യനെ കൊല്ലുന്നത്. ഇന്നലെ വരെ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട്, അവരിലൊരാളായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ, ആ മനുഷ്യൻ്റെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഫലസ്തീനിലുള്ള ജനതയ്ക്ക്, ആ മക്കൾക്ക് ആശ്വാസമായിരുന്നു. ലോകത്തിൻ്റെ നാനാ ദിക്കിലുള്ള ആളുകൾ തങ്ങളെ കേൾക്കുന്നുണ്ട് എന്നൊരു ആശ്വാസം. ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് ആ ഒരു മനുഷ്യന്മാരെ കാണുന്ന ഒരു രംഗമുണ്ടായിരുന്നു. പടച്ച റബ്ബേ, അത് സഹിക്കാൻ കഴിയാത്ത ഒരു രംഗമായിരുന്നു അത്. ആ മനുഷ്യൻ്റെ മയ്യത്ത് കാണാൻ കഴിഞ്ഞു. യാ അല്ലാഹ്, പടച്ചവനെ, ഒരു ഷഹീദിൻ്റെ എല്ലാ പ്രതിഫലവും അള്ളാഹു അവർക്ക് കൊടുക്കുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവർ മരണപ്പെട്ടു എന്നതോടുകൂടി അവർക്ക് വലിയ ആശ്വാസമാണ്. സത്യം പറഞ്ഞാൽ മരണമാണ് അവർക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത്. കാരണം ഇന്നവർക്ക് അവരുടെ വേണ്ടപ്പെട്ടവർ കൂടെയില്ല. അവരുടെ നാട്, അതിൻ്റെ അവസ്ഥ നമുക്കറിയാൻ കഴിയും. ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട്, ശരീരത്തിൻ്റെ പല അവയവങ്ങളും നഷ്ടപ്പെട്ട് അവരിങ്ങനെ ആ ഒരു ഗാസയുടെ മണ്ണിൽ അവരിങ്ങനെ ജീവിക്കുമ്പോൾ
നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരോരോ നിമിഷവും അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് മരണമാണ്. കാരണം ഷഹീദിന്റെ കൂലിയാണ് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അള്ളാഹു ആ സഹോദരന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ അള്ളാഹു ആ സഹോദരനെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സലാഹു ഉമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു വീഡിയോ കണ്ടു. 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ സഹോദരൻ ഉമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ഉയർച്ച, അവൻ്റെ വളർച്ച ഇതൊക്കെ ആ ഉമ്മ കണ്ടുകൊണ്ടിരിക്കുകയാകും. അതല്ല എങ്കിൽ നമുക്കറിയൂല, അല്ലാഹു അലം, ആ ഉമ്മയും ചിലപ്പോൾ ഈ കൊടിയ പീഡനത്തിൻ്റെ ഇടയിൽ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്ന്. മരണം മുമ്പിൽ കാണുമ്പോഴും പല ആളുകളും വിളിച്ചു പറയുന്ന ഒരു കാര്യം എന്തെന്നറിയോ? പടച്ചോനെ, നിനക്കാണ് നന്ദി, നിനക്കാണ് റബ്ബേ സർവസ്തുതിയുമെന്ന് വിളിച്ചു പറയുന്ന ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു. അതും സക്കറാത്തിൻ്റെ ഹാലിൽ മരണത്തിനെ അഭിമുഖീകരിക്കുന്ന ആ ഒരു സമയത്തും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വേദന കൊണ്ട് പുളയുമ്പോൾ, മരണം മുന്നിൽ കാണുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഗസയുടെ മണ്ണിൽ നിൽക്കുകയാണ്, മരണം മുമ്പിൽ കാണുകയാണ്. ആളുകൾ കലിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, ഏറ്റു പറയാണ് അച്ചോനെ നിനക്കാണ് സ്തുതി എന്ന്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്ക്. കണ്ണ് നിറയാതെ നമുക്കത് കാണാൻ കഴിയൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ 1-2 വീഡിയോ കൂടി കാണാൻ കഴിഞ്ഞു. എന്തോ ഒരു ഇമ്പമാർന്ന ശബ്ദമാണെന്നറിയോ അവൻ്റേത്. ഏതൊരാളെയും ആകർഷിപ്പിക്കാൻ കഴിയുന്ന വിഷമങ്ങൾ, വേദനകൾ, പ്രയാസങ്ങളൊക്കെ മറന്നു പോകുന്ന രൂപത്തിൽ നല്ല പാട്ടുകൾ പാടുന്ന വീഡിയോകൾ, ബാങ്ക് വിളിക്കുന്ന വീഡിയോകൾ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീഡിയോകൾ. حاب أذكركم وأحكي لكم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه يا أيها الذين آمنوا صلوا عليه صلوا عليه وسلموا تسليما. ആ ഗസയുടെ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ തെന്നിക്കളിച്ചിരുന്നത് രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളാണ്. വെറുതെ പറയല്ല, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് ആ ഒരു രംഗം. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ അസ്-സമീഉൽ അലീം. أعوذ بكلمات الله التامات من شر ما خلق كم لي في التغطية غصب عنه